UDF ഭരിക്കുന്ന സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ടു. ഭരണപ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് രജിസ്ട്രാറുടെ നടപടി. 2 സർക്കാർ നോമിനികൾ അടക്കമുള്ള 3 അംഗങ്ങൾക്ക് താത്കാലിക ചുമതല നൽകി. ഹരികൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഹരികൃഷ്ണൻ, എന്താണ് നിലവിലുണ്ടായിരിക്കുന്ന ഭരണപ്രതിസന്ധി? അനുജ, ഈ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ഈ സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ഒരു യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ പ്രധാനമായും അജണ്ട വന്നത് ഈ വയനാട് ഈ ദുരന്തബാധിതർക്കടക്കമുള്ള ധനസഹായം, അത് ഈ വായ്പ ധനസഹായമല്ല, ഈ വായ്പ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഈ മാസം 13 ചേർന്ന ബാങ്ക് യോഗത്തിലൊരു തീരുമാനം അത് അജണ്ടയായി വന്നു. അത് ചർച്ചയാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു യോഗം തീരുമാനിച്ചത്. ആ സമയത്ത് ഈ ഭരണസമിതിയും അതേപോലെ തന്നെ പ്രതിപക്ഷവും ഇത്തരത്തിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അത്തരത്തിൽ ഭരണ പ്രതിസന്ധി ഉണ്ടായി. ബജറ്റ് പാസ്സാക്കുന്നതിനോ മറ്റ് അജണ്ടകൾ നടപ്പിലാക്കുന്നതിനോ സാധിച്ചില്ല. ഇങ്ങനെയാണ് ഭരണ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അതിന് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഈ സഹകരണ രജിസ്ട്രാർ കടന്നിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ 2 സർക്കാർ നോമിനികൾ അടക്കമുള്ള 3 അംഗങ്ങൾക്ക് ഈ ഗ്രാമവികസന ബാങ്കിന്റെ താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ട്. ഈ 1.5 കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളാൻ ബാങ്ക് നേരത്തെ തീരുമാനമെടുത്തിരുന്നു. ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലെ 52 പേരുടെ 64 വായ്പകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ ഭരണസമിതിയാണ് അതിൽ തീരുമാനമെടുത്തത്. ഇതിൽ അന്തിമ തീരുമാനമെടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനാണ് ഈ യോഗം ചേർന്നത്. പക്ഷേ അവിടെ ഇത്തരത്തിൽ അലങ്കോലം ഉണ്ടായതിനു ശേഷമാണ് സഹകരണ രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. അനുജ, ശരി. UDF ഭരിക്കുന്ന സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് ഭരണസമിതിയാണ് ഭരണപ്രതിസന്ധിയെ തുടർന്ന് പിരിച്ചുവിട്ടത്.